കൊളുത്തുപുഴയിലെ അലീനയുടെ പിറന്നാൾ ആഘോഷത്തിന് പോയിട്ട് വന്നതിന് ശേഷം രോഹിത്തും ബബിതയും കൃഷ്ണമോളും അവിടുത്തെ ഫോട്ടോസൊക്കെ നോക്കി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരിയല്ലേ, ആ ഗൗണില് ചേച്ചി എന്ത് സുന്ദരിയായിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള ഗൗണാ അത്. അതുമാത്രമല്ല, ഇട്ടിരിക്കുന്ന നെക്ലേസ് കണ്ടില്ലേ, ഡയമണ്ട് നെക്ലേസാ. അതുപോലെ കമ്മലും വളയും, ഹോ എന്ത് രസമല്ലേ. അതുമാത്രമല്ല, ചേച്ചിയുടെ പപ്പ കൊടുത്ത ഗിഫ്റ്റ് കണ്ടില്ലേ, ഒരു കാറ്, ലക്ഷങ്ങൾ വിലയുള്ള കാറാ എന്നൊക്കെ പരസ്പരം ഇരുന്ന് പറയാണ്. നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ചേച്ചിയാ, അവിടെ ചെന്നപ്പോൾ കണ്ടില്ലേ രാജകുമാരിയെ പോലെയായി എന്നൊക്കെ പറഞ്ഞത് മുറി ഇരുന്നുകൊണ്ട് വൈജ കേൾക്കുന്നുണ്ട്. വൈജ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എടാ, നിനക്കൊക്കെ നാണം ഉണ്ടോടാ ഇങ്ങനെ പറയാനായിട്ട്? ഒന്ന് ചിന്തിച്ചാൽ പോരെ, നിന്റെ അച്ഛൻ ഇവിടെ അവക്ക് 16 ലക്ഷം രൂപ കൊടുത്തയച്ചു 6 മാസത്തെ ഇവിടുത്തെ സേവനത്തിന്. അവിടെ ചെന്ന് വെറും 3-4 മാസേ ആയുള്ളൂ. അതിനിപ്പുറം ലക്ഷങ്ങളുടെ കാറും കോടികളുടെ ഡയമണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ അവളവിടെ എന്തായി തീർന്നിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്ന് പറയുമ്പം അമ്മ ചിന്തിക്കുന്നത് പോലെ ഒന്നുമില്ല. ചേച്ചി അവിടുത്തെ പപ്പയുടെ മകളെ പോലെയാ. ഇവിടെയും അങ്ങനെ ആയിരുന്നല്ലോ, മകളെ പോലെ. അവൾ എല്ലായിടത്തും ഒരു തഞ്ചം കണ്ടെത്തുന്ന ഒരു വാക്കാണ് മകള്. എവിടെ പോയി നിന്നാലും ആണുങ്ങളെ വശീകരിക്കാൻ അവൾ നല്ല മിടിക്കുക. അവള് കണ്ടെത്തുന്നത് മധ്യവയസ്കരായ ആണുങ്ങളെയാ. അങ്ങനെയാകുമ്പോൾ അവള് പറഞ്ഞതിനൊപ്പം അവൾ താളം തുള്ളുവല്ലോ. എന്നിട്ടിപ്പോ കോടികളുടെ കാറും ലക്ഷങ്ങളുടെ സമ്മാനമൊക്കെ അവൾ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ജോലിക്കാരിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കാണ്. അയലയുടെ സ്വന്തം പപ്പയാണ് അതെന്നുള്ള കാര്യം രോഹിത്തിനും കൃഷ്ണമോക്കും ബബിതയ്ക്കും അറിയാം. പക്ഷെ അത് വൈജിയോട് പറയണ്ട എന്ന് ബാലനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വൈജി അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കും. അവിടുത്തെ അഡ്രസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പറയും. സ്വന്തം പപ്പയാണെന്ന് അറിയുമ്പോൾ ഇവിടെ ഇവൾ ഇങ്ങനെയായിരുന്നൊക്കെ പോയി പറഞ്ഞു കൊടുത്താൽ അലിനക്കല്ലേ അതിൻ്റെ ചീത്തപ്പേരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വൈജിയോട് മറുത്തു പറയാൻ സാധിക്കുന്നില്ല. അത് ചേച്ചിയുടെ സ്വന്തം പപ്പയായെന്ന് വിളിച്ചു പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല കേട്ടോ. ഇവര് അത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി അത്തരക്കാരിയല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേച്ചി പറഞ്ഞില്ലേ സ്വന്തം അച്ഛനെ പോലെയാണെന്ന്, മതി നിർത്തിക്കോ. സ്വന്തം പപ്പയെ പോലെ സ്വന്തം പപ്പയല്ലല്ലോ, ജനിപ്പിച്ച തന്തയാണെങ്കിൽ പോലും ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴല്ലേ എങ്ങാണ്ടോ കിടന്നവനെയൊക്കെ പപ്പാന്ന് വിളിച്ചുകൊണ്ട് അവൾ സ്വന്തം കൊണ്ടാടുന്നത്. അത് മാത്രം പോരല്ലോ, എന്നിട്ടിപ്പോ അത്ര ആണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്കല്ലേ അവളുടെ താമസം. 3-4 ജോലിക്കാരും അയാളും ഇവളും മാത്രം. ഞാനല്ല, ഈ ലോകത്ത് വേറെ ആര് കേട്ടാലും ഇതിനെ മോശമായിട്ട് പറയുള്ളൂ. അതെന്റെ കുറ്റമാണോന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ എന്ന് ചോദിക്കാണ്. ചേച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊന്നും പറയില്ല. മിണ്ടിപ്പോവരുത് ചേച്ചിയുടെ സ്വഭാവം പോലും. ഇനി അവളെക്കുറിച്ച് രക്ഷമിണ്ടിയ അടിച്ച് പല്ലും താഴിടും എല്ലാത്തിൻ്റെയും എന്ന് പറയാണ്. എല്ലാവരും മിണ്ടാതെ പരസ്പരം മുഖത്തോട് നോക്കുന്നുണ്ട്. കോടികളുടെ സ്വർണവും കോടികളുടെ പണവും. ദേ ഇവിടെ സുനിത ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ സുനിതനെ നിങ്ങളുടെ അച്ഛൻ ഒന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ടോ? അതോ അവർക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ അവക്കെന്താ 14 ലക്ഷം രൂപ കൊടുത്തയച്ചോ? ഇല്ലല്ലോ. അയാളുടെ പേരെന്താണെന്ന് പോലും അയാൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്ക് പ്രായമായി പോയി, സൗന്ദര്യം കുറഞ്ഞു പോയി. ഇവളങ്ങനല്ലല്ലോ, ഇച്ചിരി തൊലിവെളുപ്പും സൗന്ദര്യമുണ്ട്, പ്രായവും കുറവാ. ഇങ്ങനെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഏതാണുങ്ങൾക്കും അവൾ വശീകരിക്കാൻ എളുപ്പമാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ എന്ത് വൃത്തിയോടൊക്കെ പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കോ? കേട്ട് കേട്ട് ഞങ്ങളുടെ ചെവിക്ക് പോലും നാണം വന്ന് തുടങ്ങി. അതേടാ, നാണം വരണം. അവക്കില്ലാത്ത നാണം നിങ്ങൾക്കെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ കിട്ടും പാണ്ടോ എടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവോ? കുടുംബസമേതം അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുന്നു. എടാ, അനാഥയായ അവൾക്ക് എങ്ങനെയാടാ ബർത്ത്ഡേ ഒക്കെ അറിയാവുന്നത്? അത് പിന്നെ ചേച്ചീനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ച ആള് അന്നത്തെ ദിവസമാണ് ചേച്ചി ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയാ ചേച്ചിയുടെ ബർത്ത്ഡേ ഡേറ്റ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ അറിയാം എന്ന് പറയുമ്പം അതൊക്കെ വെറും കള്ളത്തിന് വാടാ. എല്ലാം അവൾ ഉണ്ടാക്കി പറഞ്ഞതാ. ബർത്ത്ഡേ പോലും ഈ അനാഥാലയത്തിൽ വളർന്ന ഇവക്കൊക്കെ ഇവിടുന്ന ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പുച്ഛിക്കുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ പണ്ട് കാലത്ത് കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് തോന്നിയ മാസത്തിന് അവരിങ്ങനെ നടക്കായിരുന്നു. പല ആണുങ്ങളുടെ കൂടെയും പോയി ഗർഭിണിയായി അവസാനം ആ കുഞ്ഞിനെ പ്രസവിക്കും, ഏതെങ്കിലും അനാഥങ്ങൾക്ക് കൈമാറും. അങ്ങനെ കുറെ അവളുമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാ, പണ്ട് കാലത്ത് കുറെ പെണ്ണുങ്ങളെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ. പണ്ട് കാലത്തുള്ള പ്രസവിച്ചവരാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വളർന്ന് ഇത്രയുമായി നിൽക്കുന്നത്. അനാഥാലയങ്ങളിൽ ഇപ്പൊ വലിയ പെൺപിള്ളേരും ആൺകുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്നവരായിരുന്നല്ലോ കാരണക്കാര്. കുറെ പെണ്ണുങ്ങൾ പഠിക്കാനും ജോലിക്കുവാന്ന് പറഞ്ഞ് അന്യനാട്ടിലേക്കൊക്കെ പോവും. എന്നിട്ട് ഇതൊക്കെയാ പരിപാടി. എല്ലാവരും അല്ല, ചിലർ മാത്രം എന്നും പറഞ്ഞ് കൃഷ്ണമോള് ഒന്ന് കുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
ബൈജ തുറിച്ച് അവളെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ബബിത പറയുന്നുണ്ട്, ശരിയാ അവള് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇത്ര അനാഥാലയങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഈ കേരളത്തിൽ തന്നെ എന്തുമാത്രം അനാഥാലയങ്ങളാ, ഓരോ ദിവസം എന്തുമാത്രം കുഞ്ഞുങ്ങളാ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരെ പോലല്ലേ ഓരോ കുഞ്ഞുങ്ങളും അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും അവർക്കെല്ലാം അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്. പക്ഷെ ആരില്ലെന്നുള്ള ലേബലല്ലേ അവർക്ക് കിട്ടുന്നത്. അതിനത്രയും വിഷമം വേറെ എന്താ ഉള്ളത് എന്നും പറഞ്ഞ് ബബിതയും അകത്തോട്ട് കയറിപ്പോവാണ്. അമ്മ പറഞ്ഞതല്ല, ചേച്ചീനെ അവൾ എല്ലാവർക്കും വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഇത്രയൊക്കെ കൊടുക്കുമോ? ഇടാ, അത് തന്നെയാടാ പൊട്ടാ ഞാനും പറഞ്ഞത്. ഒരു മുതലാളി എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും ജോലിക്കാർക്ക് കൊടുക്കുന്നതിൽ ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. അല്ല, അവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ലേ? അവർക്കെല്ലാം അയാളിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയാണ്. അറിയില്ല, നിങ്ങൾ അന്വേഷിക്കുകയില്ല. തൊലിയുളപ്പുള്ള അവളല്ലേ അങ്ങോട്ടേക്ക് കയറി ചെന്നിരിക്കുന്നത്. അത് കാണിച്ച് അങ്ങേരെ മയക്കി കാണാം. ഛേ അമ്മേ, വൃത്തിയോട് പറയാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് രോഹി അവിടുന്ന് പോകുന്നുണ്ട്. രോഹിയുടെ ഫോണ് അവിടെ വെച്ചിട്ടാണ് രോഹി കയറി പോണത്. അവന് മറന്നവിടെ വെച്ചിട്ട് പോണതാണേ. അപ്പോഴേക്കും വൈജ ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഓരോ ഫോട്ടോസ് ആയിരിക്കും. നോക്കുമ്പോൾ വില കൂടിയ ഗൗണൊക്കെ അണിഞ്ഞ് ഡയമണ്ട് നെക്ലേസ് ഒക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. ചുറ്റും ബാലചന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും മനുവും രേവതിക്കുട്ടിയും ഗ്രേസും മാമച്ചനും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫോട്ടോസ് മാറ്റി മാറ്റി നോക്കുകയാണ്. ഓ, ഇവക്കൊക്കെ എന്തൊരു യോഗവാ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നൊരു അനാഥ. അവൾക്കിപ്പോൾ കിട്ടുന്നത് കണ്ടില്ലേ, സ്വർണവും ഡയമണ്ടും കാറും. ഇങ്ങനെ വേണം പെൺപിള്ളാര്. നാശം പിടിച്ചവള് എവിടെ പോയാലും ഓരോരുത്തരെ കറക്കിയെടുക്കും. അവന്റെ ഭാര്യയും മക്കളൊക്കെ ഇതറിയുമ്പം ഇനി എന്ത് വിഷമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് മറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോണിൽ ഓരോ ഫോട്ടോസ് നീക്കിക്കൊണ്ടതിനിടയിൽ ഒരു ഫോട്ടോ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി. നോക്കുമ്പം വേറെ ആരുമല്ല, സ്റ്റാലി ജോസഫ്. സ്റ്റാലി അലീനയ്ക്ക് കേക്ക് വായിൽ വെച്ചു കൊടുക്കുന്ന ഫോട്ടോയാണ് കാണുന്നത്. അത് കണ്ടപാടെ വൈജയുടെ ഉള്ളൊന്ന് കാളി. അത് ആ സ്റ്റാലി തന്നെയാണെന്നറിയാൻ വീണ്ടും വീണ്ടും ഫോട്ടോ നീക്കി നോക്കുകയാണ്. അതേ സ്റ്റാലി തന്നെയാണ്. കാരണം മുമ്പിൽ വെച്ച് അലിനയ്ക്ക് കീഴെടുക്കുന്നു, അലിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, അവളുടെ നെറുകയിൽ ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ സ്റ്റാലിയും അലിനെയും മൊത്തമുള്ള ഒരു 100 ഫോട്ടോസെങ്കിലും കാണും. ആ ഫോട്ടോസ് കണ്ട് ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ് വൈജ. ആ ഫോട്ടോ അവിടെ ഫോൺ ഓഫാക്കി വെച്ചതിന് ശേഷം വൈജ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ഉള്ള് ആകെപ്പാടെ ഒന്ന് പിടയുകയാണ്. എന്നിട്ട് അലമാര തുറന്ന് പഴയ ആ ഫോട്ടോസും ആൽബമൊക്കെ എടുക്കുന്നുണ്ട്. ആകലിൽ വെച്ച് താനും സ്റ്റാലിയും എടുത്ത കുറേ ഫോട്ടോ അതൊക്കെ എടുത്ത് മറിച്ച് നോക്കാണ്. ഇപ്പോഴത്തെ സ്റ്റാലിക്ക് ഒത്തിരി വ്യത്യാസം വന്നു. നരച്ചു, കണ്ണുകളൊക്കെ കുഴിഞ്ഞുപോയി. അതുപോലെ ശരീരത്തിനും ഒരുപാട് മാറ്റം ഉണ്ടായി. എങ്കിലും ആ മുഖത്തിനും ആ ഗൗരവത്തിനും ഒരു മാറ്റവും ഇല്ല. വൈജു ഓർക്കാണ്. ആ ആൽബം അവൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിമിഷം അവൾ കണ്ണുനീർ തുടച്ചിട്ട് ആലോചിക്കുകയാണ്. ഗർഭിണിയായിരുന്ന തന്നെ ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് ആകലിൽ നിന്നും തന്നെ ഒഴിവാക്കി കടന്നു കളഞ്ഞവൻ, തന്നെ ചതച്ചിട്ട് പോയാൾ. ഇത്രയും കൊല്ലമായി 24 വർഷമായിട്ട് താനും തൻ്റെ കുഞ്ഞും ജീവനോടുണ്ടോയെന്ന് പോലും അന്വേഷിക്കാത്തവൻ, അവനെയാണ് താനിപ്പോൾ നേരിട്ട് കണ്ടിരിക്കുന്നത് എന്ന് വായിച്ച് ഓർക്കാണ്. അവനിപ്പോൾ എവിടെയായിരിക്കും? ആ അലീനമായിട്ടുള്ള ആ ഫോട്ടോ കണ്ടത് വെച്ച് അയാളായിരിക്കുമോ ആ വീടിൻ്റെ ഓണർ എന്നൊക്കെ ഓർക്കുകയാണ്. എങ്ങനെ അലീനമയാളെ കണ്ടുമുട്ടി? അതല്ല, അയാള് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ. അത്രമാത്രം ബന്ധം അയാളും അവളും തമ്മിൽ ഉണ്ടോ? ഇവിടെ ബാലചന്ദ്രനുമായിട്ട് കെട്ടിപ്പിടിച്ച് നിന്നവളല്ലേ, അതുപോലെ ആയിരിക്കും അവിടെയും. അയാൾക്ക് പിന്നെ പെണ്ണുങ്ങള് ഒരു വീക്ക്നെസ് ആണല്ലോ. എന്നെ ചതിച്ച് കടന്നു കളഞ്ഞ് വേറെ 2-3 മാസത്തിനുള്ളിൽ വേറെ വിവാഹം കഴിച്ച് പോയവനല്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കിളിന്ത് പെണ്ണ് ചെന്ന് കയറുമ്പം അയാൾക്ക് എങ്ങനെ സഹിക്കാനാകും എന്നൊക്കെ വൈജി ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അയാളെ കണ്ടു, ഒന്നുകൂടി എനിക്കൊന്ന് കാണണം. അയാളെ കണ്ട് അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എനിക്ക് കാര്യങ്ങൾ ചോദിക്കണം. എന്നെ എന്തിനാ ചതിച്ചേന്ന്, എൻ്റെ ജീവിതം ഈ രീതിക്കാക്കിയത് അയാൾ ഒറ്റയെടുത്തിനാ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അത്താഴം കഴിക്കാനായിട്ട് വൈജയും അതുപോലെ കൃഷ്ണമോളും ബബിത രോഹിത്തും ബാലചന്ദ്രനും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഈ സമയം വൈജ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ കൃഷ്ണയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇന്നലെ അവിടെ പോയില്ലേ, ആ സ്ഥലത്തിൻ്റെ പേരെന്നാ? എവിടെ, കുളത്തപ്പുഴയോ? അതെ, കുളത്തപ്പുഴ. കുളത്തപ്പുഴയിൽ എവിടെയായിട്ടാ അവൾ ജോലി ചെയ്യുന്നത്? ഉടനെ ബാലേന്ദ്രൻ
കൃഷ്ണമോളെ നോക്കുകയാണ്. കൃഷ്ണ അച്ഛനെ നോക്കിയിട്ട് അത് ഞങ്ങൾക്ക് അറിയില്ല, കൃത്യ സ്പോട്ടൊന്നും അറിയില്ല. കൊളത്തുപുഴയിൽ അവിടെ ഒരു റിസോർട്ടിലായിരുന്നല്ലോ ഫംഗ്ഷനൊക്കെ, ഞങ്ങൾ അങ്ങോട്ടേക്കേ പോയത്. എന്താമേ? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൊളുത്തൂപ്പുഴ, ആ പേര് താൻ പലതവണ കേട്ടിരുന്നു. അലീനനെ അങ്ങോട്ടേക്കാണ് അയക്കുന്നതെന്ന് പലരും പറഞ്ഞ് കേട്ടതാ. അപ്പോൾ കൊളുത്തൂപ്പുഴ എന്ന് വൈജ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എന്ന മട്ടിൽ ഇറങ്ങാണ്. സ്വന്തമായി കാർ ഓടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഏകദേശം ഒരു 11-12 മണിയാകുമ്പോഴേക്കും കൊളത്തുപുഴ ടൗണിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും സ്റ്റാൻലി ജോസഫ് ആണല്ലോ അയാള്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, റിട്ടയർഡ് കേണലല്ലേ, അപ്പം അറിയാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ വൈജ അവൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ വീട് അറിയാമോ എന്ന് ചോദിക്കുമ്പം ആ അറിയാം, കേണൽ സാബിന്റെ വീടല്ലേ എന്ന് ആദ്യത്തെ കാലത്തിന് ചോദിക്കാണ്. അതേന്ന് പറയുമ്പം അയാൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ വീണ്ടും വണ്ടിയിലേക്ക് കയറുകയാണ്. കയറി കുറച്ചു ദൂരം പിന്നിട്ട ശേഷം സൈഡിൽ ഒതുക്കിയിടുന്നുണ്ട്. ശരിക്കും താനിപ്പോൾ എന്തിനാ അയാളെ കാണാൻ പോകുന്നത്? തന്നെ ചതച്ചിട്ട് കടന്നു കളഞ്ഞവനല്ലേ, അവനെ കണ്ട കാര്യം തനിക്കെന്താ? തിരിച്ചു പോയേക്കാമെന്ന് വൈജ ഓർക്കാണ്. അയാളെ കണ്ട് എന്ത് ചോദിക്കാനാ? എന്നെ ചതച്ചെന്തിനാണെന്നോ? ചോദിച്ചിട്ടിപ്പോ എന്ത് കിട്ടാനാ? 24 വർഷമായി തന്നെ ചതച്ച് കടന്നു കളഞ്ഞിട്ട്. വേറെ പെൺകുട്ടിയെയും ദൈപ്പം ചതച്ചുകൊണ്ടിരിക്കുക അലീനയുടെ കൂടെ കൂടിയിട്ട്. ഇനിയിപ്പോ ആ പെണ്ണെ ഞാൻ ചതിക്കും. അവളും എന്നെപ്പോലെ ഒഴുകിത്തീരും. ഇയാള് കാരണം നഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ അഭിമാനവും ജീവിതവും എല്ലാവാ. ജീവിതകാലം മുഴുവനും മനസ്സമാധാനം ഇല്ലാതെയാണ് ഞാൻ ബാലിൻ്റെ ഒപ്പം കഴിഞ്ഞത്. അതിനെല്ലാം കാരണക്കാരൻ അയാൾ ഒറ്റയൊരുത്തനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് വണ്ടി തിരിച്ച് പാലാക്കിന് പോകാൻ ഒരുങ്ങാണ്. എന്നിട്ട് ഓർക്കുന്നുണ്ട്, ഇല്ല, എനിക്കറിയണം എന്തിനാ നിറവേറമായി നിന്ന എന്നെ കളഞ്ഞിട്ട് അയാൾ പോയെന്ന്. അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നെങ്കിൽ അതും എനിക്കറിയണം. അയാളുടെ ചേടം പൊടിച്ച് എനിക്കൊരു അടി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ വൈജ നേരെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും അയാളെ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോവാണ്. 2 സൈഡിലും റബ്ബർ തോട്ടങ്ങളൊക്കെയുള്ള ഒരു ഏരിയ ആണ്. നടുവിലൂടെ കാർ ഓടിച്ച് പോവാണ്. വഴിയിലെങ്ങും ഒറ്റ മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. വൈജയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങൾ കാരണം വഴിയൊക്കെ ഇരുണ്ടടിഞ്ഞതുപോലെ കിടക്കാണ്. ഒരാളെ പോലും കാണാനില്ല. കാറെങ്ങാനും ബ്രേക്ക് ഡൗൺ ആയി പോയാൽ താൻ പെട്ടുപോയത് തന്നെ എന്ന് ഓർത്തുകൊണ്ട് വൈജ വീണ്ടും കാർ മുന്നോട്ട് നീങ്ങാണ്. അയാൾ പറഞ്ഞ അഡ്രസ്സിലുള്ള ഒരു കൊട്ടാരം അവിടെ കാണുന്നുണ്ടെന്ന് വൈജ ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഇത് തന്നെയായിരിക്കാം അയാൾ പറഞ്ഞ സ്ഥലമെന്ന് വൈജ ഊഹിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു നിമിഷം കാർ നിർത്തിയിടുകയാണ്. വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. സ്റ്റാലിയുമായി താൻ പ്രണയത്തിലായതും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കറങ്ങാൻ പോയതും അവസാനം ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കാന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നതും. ഈ സമയം ഗംഗേട്ടൻ ജോലി ആവശ്യമായി പുറത്തേക്ക് പോയിരുന്നല്ലോ. ആ ഒരു സമയത്ത് രണ്ടുപേരും ഒരു വാടക വീടെടുത്ത് ഒളിച്ച് താമസിക്കുകയായിരുന്നു. അവിടെ വച്ച് താൻ ഗർഭിണിയാവുന്നു. വീട്ടുകാരൊന്നും ഒന്നും അറിയുന്നില്ല. പക്ഷേ കുറച്ചാൾക്ക് ശേഷം പെങ്ങളന്വേഷത്തെ ഗംഗാധരമേനോൻ വന്ന് കാണുന്നത് നിറവയറുമായി നിൽക്കുന്ന സ്വന്തം അനുജത്തിയാണ്. അത് കണ്ടപ്പോൾ തന്നെ അയാൾ ആകെപ്പാടെ ഷോക്കായി പോയി. വൈജയെ പലതവണ വിളിച്ചെങ്കിലും വരാൻ കൂട്ടാക്കിയില്ല. സ്റ്റാലിൻ കുറെ എതിർത്ത് നിന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ബാലൻ ഗംഗാധരൻ വീട്ടിലറിയിക്കുന്നുണ്ട്. അറിയിച്ച പാടെ വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നമായി. ശിവനും രാജീവനും ഗംഗേട്ടനും അതുപോലെ അവർ അച്ഛനുമെല്ലാം കൂടിയിട്ട് എങ്ങനെയെങ്കിലും അവളെ കടത്തിക്കൊണ്ടുവരണം തന്നെ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ആ സമയത്ത് വൈജ ഓർക്കാണ്, എല്ലാവരും എനിക്കെതിരെ നിന്നപ്പോൾ സ്റ്റാലിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. സ്റ്റാലി കരുത്തോടുകൂടി മുമ്പിൽ നിന്ന് കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭാര്യനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതോടെല്ലാം അവസാനിച്ചേനെ. പക്ഷെ എന്നെ ഉപേക്ഷിച്ച് സ്റ്റാലി കടന്നു കളഞ്ഞു. അതിന് പിന്നാലെ വന്ന് അച്ഛനും ആങ്ങളമാരും കൂടിയിട്ട് ജീപ്പിൽ വലിച്ചു കയറ്റി എന്നെ കൊണ്ടുപോയി. അതെല്ലാം തന്നെ അവൾ അവിടെ നോർക്കാണ്. അവരുടെ മുമ്പിലെല്ലാം ഞാൻ നാണം കിട്ടു. നെയ്യാറ്റിൻകരയിലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രസവിപ്പിച്ചു. എൻ്റെ കുഞ്ഞു മരിച്ചു. ആ ടെൻഷൻ കൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞു നഷ്ടമായത്. എല്ലാത്തിനും കാരണക്കാരൻ ഇയാൾ ഒറ്റയൊരുത്തനാ. മുഖമടച്ച് അയൽട്ടോർണ കൊടുക്കണം. ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ചോദിക്കണം, എന്തിനാടാ എന്നോട് ചതിച്ചേന്ന് എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ കാറ് അകത്തേക്ക് ഓടിച്ചു കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ആൻ്റപ്പം നോക്കുമ്പം ഒരു കാറ് കയറി വരുന്നുണ്ട്. ആൻ്റപ്പൻ ഓടിച്ചെന്ന് അങ്ങോട്ടേക്ക് നോക്കാണ് ആരാ വരുന്നതെന്ന്. കാറിന്റെ ഡോറ് തുറങ്ങി വൈജി ഇറങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നിന്നും നായകൾ ഓടി വരുന്ന കണ്ട് വൈജീവന് ഡോറടച്ച് അകത്തന്നെ ഇരുന്നു. അപ്പോഴേക്കും ആൻ്റപ്പം വന്ന് നായകളെല്ലാം ഓടിച്ച് വിടുന്നുണ്ട്. അപ്പോഴേക്കും വൈജി പുറത്തേക്ക് ഇറങ്ങാണ്.
ആരാ എന്ത് വേണം ചോദിക്കുമ്പം സ്റ്റാലി ജോസഫിന്റെ വീടല്ലേ ഇതെന്ന് ചോദിക്കുമ്പം അതെ കേണൽ സാബിന്റെ വീടാണ് എന്ന് പറയുമ്പം അയാളില്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റപ്പൻ്റെ മുഖം മാറുന്നുണ്ട്. ആദ്യമായാണ് ഒരാൾ അയാളെന്നൊക്കെ വിളിക്കുന്നത്. ഉണ്ട് സാബ് അകത്തുണ്ട്. ആ അലീന എന്ന് പറഞ്ഞ പെണ്ണ് അവൾ ഇവിടെ അല്ലേ? അതെ കുഞ്ഞു ഇവിടെ തന്നെയാ. അവളുണ്ട് അകത്ത്. കുഞ്ഞു അകത്തുണ്ട് എന്ന് പറയുമ്പം എനിക്ക് അവരൊന്ന് കാണണം, ഞാൻ പോയി സാബിനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ കയറിപ്പോയി കണ്ടോളാം എന്ന് പറയാണ്. അയ്യോ മാഡം അത് പറ്റില്ല, സാബിനോട് പോയി ഇൻഫോം ചെയ്തതിന് മാത്രമേ എനിക്ക് ആരെങ്കിലും അകത്തേക്ക് കടത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ശരിയെന്ന് വൈജ പറയാണ്. വൈജ സിറ്റ് ഔട്ടിലേക്ക് കയറിയിരിക്കുമ്പോഴേക്കും ആൻ്റപ്പനകത്തേക്ക് കയറിപ്പോകുന്നുണ്ടേ. ആൻ്റപ്പനകത്തേക്ക് പോയിട്ട് സ്റ്റാലിനോട് പറയുന്നുണ്ട്, സാബ് ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. സ്ത്രീയോ? ആരാ? എൽസമ്മയോ റീത്തമ്മയോ? ഏയ് അവരെയൊക്കെ എനിക്ക് അറിയില്ലേ. ഇതുവരെ ഞാൻ കാണാത്തൊരു ആളാ. അതും കോട്ടയം രജിസ്ട്രേഷനുള്ള വണ്ടിയാ. കോട്ടയം രജിസ്ട്രേഷനുള്ള വണ്ടിയോ? അതാരാ? അറിയില്ല സാബ്, സാബിനെ കാണണമെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം ശരി ഞാൻ വരുന്നു, കയറി വരാൻ പറ, ഹാളിലേക്ക് ഞാൻ ഇറങ്ങി വരാം എന്ന് പറയുന്നുണ്ട്. അലീന അപ്പോൾ റൂമിൽ കിടന്ന് ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടക്കാണ്. ഈ ഒരു സമയത്ത് മേഡം അകത്തേക്ക് കയറി വരാൻ സാബ് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും വൈജ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്നും സ്റ്റെയർ ഇറങ്ങി വന്ന ആ രൂപം കണ്ട് ഒന്നടങ്ങി വിറക്കിയാണ് വൈജ. താഴെ നിൽക്കുന്ന ആളെ കണ്ട് സ്റ്റെപ്പിൽ കൂടി ഇറങ്ങി വന്ന സ്റ്റാലിയും വല്ലത് അമ്പരന്ന് പോവാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ വൈജ. അത് ഓർത്തുകൊണ്ട് സ്റ്റാലിൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആൻ്റപ്പൻ ഡോറടച്ചിട്ട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും ആൻ്റപ്പൻ ഡോറടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം പൗലോസും ബൈജൊക്കെ ചോദിക്കുകയാണ്. വിനോദം ചോദിക്കുന്നുണ്ട്, ആരാ അത്? ആർക്കറിയാം? ആ സാബിന് വന്നിട്ട് അയാളെന്നൊക്കെ വിളിക്കുന്നേ, അയാളോട് ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ അലീനാന്നും അടുത്തെന്താ പ്രശ്നമാണെന്നാ തോന്നുന്നേ എന്ന് പറയുമ്പം നമ്മളെ കേട്ടാ മതി, ഒളിഞ്ഞു നോക്കിയാലോ? വേണ്ട വേണ്ട, സാബിൻ്റെ കയ്യിന് നല്ലത് കിട്ടും, ഞാനില്ല എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയ വൈജയെ കണ്ട് അമ്പരം നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാലി ജോസഫ്. ആരിത്? വൈജയന്തിയോ? ഇരിക്കിരിക്ക് എന്ന് പറയുമ്പം അപ്പോൾ തനിക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ ഇല്ലാതെ വൈജയന്തിയെ ഞാൻ അങ്ങനെ മറക്കുമോ എന്ന് പറയുമ്പം താൻ ഇരിക്ക് എന്ന് പറയാണ്. ഉടനെ വൈജ തൻ്റെ ബാഗ് എടുത്ത് സോഫയിലേക്ക് എറിഞ്ഞിട്ട് പോയി സ്റ്റാലിയുടെ ഷർട്ട് കുത്തി പിടിക്കുന്നുണ്ട്. തനിക്കപ്പോൾ എന്നെ ഓർമ്മയുണ്ടല്ലേ? താൻ എന്നെ മറന്നില്ലല്ലേ? 9 മാസത്തോളം എൻ്റെ കൂടെ ജീവിച്ച് എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് നേർവേറുമായി നിന്ന് എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലേ താൻ എന്ന് ചോദിക്കുകയാണ്. വൈജ കൂളാവ്, പറഞ്ഞ കേക്കു വൈജയന്തി, കൂൾ ഡൗൺ. താൻ അവിടെ പോയി ഇരിക്കുക, ഞാൻ പറയാം. ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഒരു നരഭോജിയാണ് താൻ എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജ കൂൾ ഡൗൺ എന്ന് പറയുമ്പോഴേക്കും വൈജ ആഞ്ഞ് സ്റ്റാലിൻ്റെ കവളത്തേക്ക് ഒറ്റ അടിയടിക്കാണ്. അപ്രതീക്ഷിതമായിരുന്നു സ്റ്റാലിക്ക് കിട്ടിയ ആ അടി. 6 മുതൽ തലവണിക്കാതെ 6 മുതൽ തോക്കാത്ത സ്റ്റാലി ആ ഒരു നിമിഷം തോറ്റുപോയി വൈജയുടെ മുമ്പിൽ. എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. അലീന ഓർക്കുന്നുണ്ട് പൗലോസും ആൻ്റപ്പനും ആയിരിക്കുമെന്ന്. അതുകൊണ്ട് അവൾ അവളുടെ വായന തുടർന്നു. ഈ സമയത്ത് താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. രോഹിത്തിൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടു. താനും ആ അലീനെന്ന് പറഞ്ഞ ആ നാശം പിടിച്ചവരും കൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. തൻ്റെ കീഴിലല്ലേ അവൾ ജോലി ചെയ്യുന്നത്. അവള് എവിടെ ചെന്നാലും അങ്ങനെയാ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനെ മയക്കി കുറെ കാശുമായിട്ട് അവൾ കടന്നു കളഞ്ഞു. നേരെ വന്നത് ഇങ്ങോട്ടല്ലേ. ഇവിടെ വന്ന് തന്നെ അവളെ മയക്കിയെടുത്തു. കോടികളുടെ സമ്മാനമൊക്കെയാണല്ലോ അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കാണ്. വൈജ നീ കാര്യം സംസാരിക്കരുത്, അവസാനം നീ തന്നെ ഒരുപാട് വിഷമിക്കേണ്ടി വരും. വേണ്ട, എനിക്കൊരു കാര്യം അറിയണ്ട. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. തൻ്റെ സ്വഭാവം ഇതുതന്നെയായിരുന്നു. എങ്കിലും എന്നോട് ചതി വേണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടു. അന്ന് മുതൽ ഓരോ ദിവസവും തീ നിന്നാണ് ഞാൻ ജീവിക്കുന്നത്. ബാലേന്ദ്രനോ എൻ്റെ കുട്ടികളോ ആരെങ്കിലും സത്യമായിരുന്നു പേടിച്ച ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടുന്നത് തനിക്കറിയോ? അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അലീന എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവൾക്കറിയാം നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം. അവൾ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാ. അതുകൊണ്ടാ അവൾ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരിക്കുമല്ലേ കാശ് തട്ടിയത്? ആര് കാശ് തട്ടിയെന്നാ നീ പറഞ്ഞേ? അവൾക്ക് ഞാൻ ഇഷ്ടപ്രകാരം കൊടുത്തതാ. അതെനിക്ക് മനസ്സിലായി. അവളുടെ തൊലിയുളപ്പ് കണ്ട വീഴാത്ത ആണുങ്ങളുണ്ടോ? വൈജയ് അനാവശ്യം പറയരുത്, അടുത്ത അടി നിന്റെ മുഖത്തായിരിക്കും എന്ന് പറയുമ്പം അതെ, അവളെ പറഞ്ഞ ആർക്കും പിടിക്കില്ലല്ലോ. ആരവളെ പറയുന്നോ അവർക്കെല്ലാം അടി ഉറപ്പല്ലേ എന്ന് പറയുമ്പം ഷട്ടപ്പ് എന്ന് പറഞ്ഞ് സ്റ്റാലി അലറുന്നുണ്ട്.
ഈ ശബ്ദം കേൾക്കുമ്പോൾ അലിനയ്ക്ക് തോന്നുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അവിടെ മടക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അലീന മുറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ട് അലീനയും ഒന്ന് ഞെട്ടി ഒന്ന് വിറച്ച് നിൽക്കുകയാണ് അവിടെ. മുമ്പോട്ടൊരു കാല് പോലും എടുത്തു വെക്കാൻ സാധിക്കാത്ത വിധം അവളൊന്ന് പേടിക്കുന്നുണ്ട്. മുമ്പിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, തന്നെ പ്രസവിച്ച തൻ്റെ സ്വന്തം അമ്മ. അടുത്ത് നിൽക്കുന്നതോ തൻ്റെ സ്വന്തം അച്ഛൻ. രണ്ടുപേരെയും ഒരുപാട് നാളെ ഒരുമിച്ച് കാണുമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. രണ്ടുപേരെയും നടുക്ക് നിൽക്കണം, രണ്ടുപേരെയും ലാളനകളും കൊഞ്ചലും ഒക്കെ ആസ്വദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ഒരു നിമിഷം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു. കാണുമ്പോൾ തന്നെ പേടിയാവാണ് എന്നൊക്കെ ഓർത്തുകൊണ്ട് അലീന അങ്ങനെ സ്തബ്ധയായി നിൽക്കുകയാണ്. ആഹാ, വന്നല്ലോ കുടുംബം കലക്കി. എവിടെ പോയാലും എല്ലാ കുടുംബങ്ങളും നീ കലക്കുവല്ലടി എന്ന് ചോദിക്കാണ്. ഈത്തമ്മയൊക്കെയായിട്ടുള്ള ഫൈറ്റിൽ അലീനയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞൊണ്ടിയാണ് അലീന അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ കാലിലെ ഫ്രാക്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വന്നും എന്തെങ്കിലും അഹങ്കാരം ഒപ്പിച്ച് കാണും, നാട്ടുകാരത് കാല് തല്ലി ഒടിച്ച് കാണുമല്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റോപ്പ് ഇറ്റ് ബൈജ എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ എന്ന് പറയാണ്. വേണ്ട, എനിക്കൊന്നും അറിയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഉത്തരത്ത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. താൻ എന്തിനാണോ എന്നെ ചതിച്ചത്? താൻ കാരണം എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ സ്വപ്നങ്ങൾ നശിച്ചു. ഓരോ ദിവസവും ഞാൻ കരഞ്ഞേറി ജീവിക്കുക. ദേ, ഈ വേലക്കാരിക്ക് പോലും എൻ്റെ പാസ്റ്റ് അറിയാം. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയണം എന്ന് പറയാണ്. ഞാൻ നിന്നെ ചതച്ചിട്ടില്ല വൈജെ എന്ന് പറയുമ്പോൾ ചതച്ചിട്ടില്ലേ, മിണ്ടിപ്പോകരുത്. താൻ കാരണമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് മുഴുവനും. ഒരു ദിവസം പോലും നല്ല രീതിക്ക് എനിക്ക് ഉറങ്ങാൻ വയ്യ. എൻ്റെ ഭർത്താവ് ഇപ്പോൾ വേറെയാ, അതൊക്കെ തനിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. എല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലേ, ഇവളായിരിക്കും പറഞ്ഞു തന്നത്. ഇവളെ അങ്ങോട്ട് അയച്ചത് താനാണോ എന്ന് ചോദിക്കുമ്പം അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാടോ പറ, എനിക്കറിയണം. എന്തിനാ താൻ എന്നെ ചതിച്ചത് എന്ന് പറയുമ്പം വൈജി അവിടെ കൂളായിരിക്കെ ഞാൻ പറയാം. പൗലോസ് ജ്യൂസും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ജ്യൂസും കുടിച്ചുകൊണ്ട് വൈജയനെ അവിടെ ഇരുത്തുകയാണ് സ്റ്റാൻലി. പൗലോസ് ഇറങ്ങി പോവാണ്. ഈ സമയം ദൂരെയുള്ള ഒരു കസേരയിലെ അലിനെയും ഇരിക്കുന്നുണ്ട്. സ്റ്റാൻലി പോയിട്ട് അവളെ പിടിച്ചിരുത്താണ്. അവളെ പിടിക്കുന്ന തുടങ്ങുമൊക്കെ കാണുമ്പം നമ്മുടെ വൈജയ്ക്ക് കലി കയറുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ഇനി ഞാനൊരു കഥ പറയട്ടെ. എന്ത് കഥ? ക്ഷമയോടെ ഇരുന്ന് വൈജ അത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഞാനും താൻ തമ്മിൽ പ്രണയത്തിലായിരുന്ന വിവരമൊക്കെ നിന്റെ ഏട്ടൻ അറിഞ്ഞല്ലോ. വന്ന് കണ്ടു പോയതിനു ശേഷം നിന്റെ വീട്ടിൽ വലിയ ബഹളമായിരുന്നു. അതിനുശേഷം നിന്റെ അപ്പൻ എൻ്റെ അപ്പനെ വിളിച്ചു, അവധുക്കുട്ടി ചായനെ. അങ്ങനെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ സംസാരിച്ചു. എൻ്റെ അപ്പന് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിവാഹ ആലോചനയായിരുന്നല്ലോ ഇത്. അതുപോലെ തന്നെ നിന്റെ വീട്ടുകാർക്കും. ഈ സമയം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് പോയി. അവിടെ വച്ച് എൻ്റെ അമ്മ മരിച്ച കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ. ഈ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വരാൻ നിൽക്കുന്ന സമയത്താണ് നിന്റെ വീട്ടുകാർ വന്ന് ബലമായിട്ട് നിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആഗറിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിന്റെ വീട്ടുകാർ കൊണ്ടുപോയെന്ന്. അന്നത്രയ്ക്ക് വലിയ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് യാതൊരു മാർഗവും കണ്ടില്ല. അവിടെ തിരികെ വന്ന് ഞാൻ നേരെ കൊല്ലപ്പള്ളിക്കോട്ട് വന്നു. പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് നിന്നെ വേറൊരു വീട്ടിലേക്ക് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയെന്ന്. അങ്ങോട്ടേക്ക് വന്ന എന്നെ ശിവശങ്കരനും ഗംഗാധരനൊക്കെ കൂടിയിട്ട് ഒരുപാട് നാണം കെടുത്തി എന്നെ അപമാനിച്ചാണ് പറഞ്ഞയച്ചത്. നിന്നെപ്പോലൊരു ആണത്തം കെട്ടവന് ഇവിടെ തരാൻ പെണ്ണില്ല, നിനക്കെന്ത് യോഗ്യതയുള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടുകാർ എന്നെ കുറേ പുച്ഛിച്ചു. അവിടെ നിന്ന് അങ്ങനെ ഞാൻ തിരികെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തിരികെ വന്നത്. നിന്നെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് നടന്നു. അതിനുശേഷം ഗംഗാധരൻ്റെ ആഗറിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അവിടെയും കണ്ടില്ല. ഇതിനിടയിൽ നീ പ്രസവിച്ച് കാണുമെന്ന് ഞാൻ ഊഹിച്ചു. ആ കുഞ്ഞിനെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നപ്പോൾ വീണ്ടും ആക്ഷേപമായിരുന്നു. ഇനി അന്വേഷിച്ചു വന്നാൽ എന്നെ കൊല്ലുമെന്ന് പോലും അവർ ഭീഷണിപ്പെടുത്തി. എന്തായാലും നീ പ്രസവിച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നിനക്ക് പറഞ്ഞിരുന്ന ഡേറ്റ് കഴിഞ്ഞു പോയി. അങ്ങനെ വീണ്ടും നീ ആകലുണ്ടെന്നൊക്കെ പറഞ്ഞറിഞ്ഞ് ഞാൻ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചു. പക്ഷെ അവിടെ നിന്ന് എത്തിയിട്ടില്ലെന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ 3-4 മാസം അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞു പോയപ്പോഴേക്കും എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിന്റെ പിന്നിൽ വേറെ ആരുമല്ല, നിന്റെ അച്ഛനായിരുന്നു. നിന്റെ അച്ഛന് കുഞ്ഞിരാമൻ മേനോനാണ് ആ ആക്സിഡന്റ് കാരണക്കാരൻ. അന്ന് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു ബൈക്കിൽ പോയപ്പോഴാണ് ഒരു വണ്ടി ഇത് വന്ന് ഇടിച്ചത്. അന്ന് പിന്നെ CCTV ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരായതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ബൈക്കിൽ നിന്നും ഞാൻ എൻ്റെ സുഹൃത്തും തെറിച്ച് വീഴുകയായിരുന്നു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ എൻ്റെ സുഹൃത്ത് മരിച്ചുപോയി. ഞാൻ അതേ സമയത്ത് കോമാ സ്റ്റേജിലായി.
കോമയിലായി 6 മാസത്തോളം ഞാൻ കിടന്നു. 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചു നീ കുറേ നാള് ആഗ്രയിലായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി നിന്നെ അവർ താമസിപ്പിച്ചു. ഏകദേശം ഒരു ഹൗസ് അറസ്റ്റ് ആയിരുന്നൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം കോമയിൽ നിന്ന് ഉണർന്നെങ്കിലും എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനോ പോലും ആവില്ലായിരുന്നു. ഒരാളുടെ സഹായം വേണമായിരുന്നു. എൻ്റെ അനിയൻ ആൽബർട്ടിനെ വിട്ടും ഞാൻ അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവൻ അറിയാൻ സാധിച്ചത് നീ അവിടെ ഇല്ലായിരുന്നു എന്നായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും 1-2 മാസം എടുത്തു ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനായിട്ട്. എഴുന്നേറ്റൊന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിന്നെ അന്വേഷിച്ച് ഒരു കാറുമായി ഞാൻ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് നീ വേറെ വിവാഹം കഴിച്ചെന്നാണ്. പാലായിലെ വലിയ ബിസിനസ്സുകാരനായ ഒരാളുമായിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞു. നീ കുഞ്ഞു മരിച്ചുപോയെന്നാ അവിടുന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപാടെ ഞാൻ ആകെപ്പാടെ തകർന്നു പോയി. വീട്ടിൽ വന്ന് വീണ്ടും ഒരു 6 മാസത്തോളം റെസ്റ്റ്. പിന്നെ പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കാനും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാനും തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഞാനും മനസ്സ് മാറ്റിയെടുത്തു. എന്നെ ചതിച്ചിട്ട് പോയ നിന്നെ എനിക്ക് വേണ്ടായെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ കല്യാണം എന്ന് പറയാണ്. അപ്പം സ്റ്റാലിൻ്റെ വിവാഹം അപ്പോഴാണോ കഴിഞ്ഞത്? പക്ഷെ എന്നോട് 3 മാസം കഴിഞ്ഞപ്പോഴേ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ അപ്പനും എൻ്റെ അപ്പനും ഒക്കെ ചേർന്നിട്ടുള്ള നാടകമായിരുന്നല്ല. ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. നിന്നെ അവിടുന്ന് അവർ കടത്തിക്കൊണ്ടുപോയി നേരെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം ഞാൻ വന്നപ്പോഴെല്ലാം അവർ എന്നെ ഓടിച്ചു വിട്ടു. അവിടെ വച്ച് നീ പ്രസവിച്ചു. നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്നും അവർ പറഞ്ഞു. ശേഷം നിന്നെ അവിടെ പ്രസവരക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഗ്രയിലെ ഗംഗാധരന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് നീ തീർത്തും ഒറ്റപ്പെട്ട ഡിപ്രഷനിലായിരുന്നു. കുറേ നാള് നീ ആരോടും ഉണ്ടാട്ടം ഇല്ലാതെ സഹായമൊന്നും ഇല്ലാതെ അവിടെ കിടന്നു. ആ സമയത്ത് നിന്റെ അച്ഛൻ നിനക്കുള്ള ഒരു ജോലി ശരിയാക്കി. നിന്റെ അച്ഛനും ആങ്ങളമാരൊക്കെ കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് എൻ്റെ അപ്പൻ അവധക്കുട്ടിയാണെങ്കിലോ ഇവിടുന്ന് ഒരു കല്യാണക്കുറി അടിച്ച് കൊടുത്തു വിട്ടു. അതിനു മുമ്പേ എൻ്റെ നിശ്ചയം കഴിഞ്ഞെന്ന് നിന്നെ പറഞ്ഞ് ബോധിപ്പിച്ചു. ശേഷം കല്യാണക്കുറി കൂടി കണ്ടപ്പോൾ ഞാൻ നിന്നെ പറ്റിക്കുകയായിരുന്നെന്ന് നീ വിശ്വസിച്ചു. ആ സമയത്തെല്ലാം ഇതൊന്നും അറിയാതെ കോമയിലായിരുന്നു ഞാൻ, ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ. നീ അതെല്ലാം വിശ്വസിച്ചു. വീണ്ടും കുറേ കാലം അത് വിശ്വസിച്ച് നീ ഡിപ്രഷനിൽ കഴിഞ്ഞു. പിന്നീട് അച്ഛനും ആങ്ങളമാരും നിന്നെ കൺവിൻസ് ചെയ്ത് നിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബാലിനുമായുള്ള വിവാഹം നടത്തി നീ നിന്റെ വേറെ ജീവിതത്തിലേക്ക് പോയി. ഞാൻ ചതിച്ചൊന്നും കരുതിയിട്ട്. അതിനുശേഷമാണ് ഞാൻ ഉണർന്നത്. അപ്പോഴേക്കും നീ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജ പൊട്ടിക്കരയാണ്. അപ്പോൾ നിങ്ങളെന്നെ ചതിച്ചതല്ലേ? അല്ല, ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ മരണം, ആക്സിഡന്റ്, കോമ സ്റ്റേജ്. ഈ കോമയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാ? ഉള്ളിൽ പോലും എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിക്കുന്നത് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മലവും മൂത്രം വരെ എൻ്റെ അമ്മയും ഒരു ഹോം നേഴ്സുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ മരിച്ചു പോയിരുന്നല്ലോ. ഒരു ഹോം നേഴ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ സഹോദരങ്ങൾ, അച്ഛൻ, എല്ലാവരും. പക്ഷെ എല്ലാവരും എൻ്റെ പപ്പ എന്നെ ചതിക്കായിരുന്നു. പപ്പ മാത്രമല്ല, കുറെ അമ്മാവന്മാരും ഉണ്ടായിരുന്നു അതിനെ കൂടെ പിടിക്കാനായിട്ട്. ഒന്നാന്തരം നസ്രാണി കുടുംബമല്ലേ, അങ്ങോട്ടേക്ക് ഒരു ഹിന്ദു പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് അവർ തീരുമാനിച്ചു. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നല്ലോ. നിരഭിമാന കൊലകളൊക്കെ ഇപ്പോഴും നടക്കുന്നില്ലേ? അങ്ങനെ തന്നെ നിന്റെ അച്ഛനും എന്നെ കൊല്ലാൻ നോക്കിയതാ. പക്ഷെ അന്ന് ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പകരം കൊടുക്കണമെന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ജീവനാണ് എന്ന് പറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജി അവിടെ ഇരുന്ന് മുഖം പൊത്തി കരയുന്നുണ്ട്. ഇത് നീ അറിയാത്ത വലിയ രഹസ്യം കൂടി ഞാൻ പറയാം എന്ന് പറയുമ്പോഴേക്കും അലിനോടിരുന്നോണ്ട് പപ്പ എന്ന് വിളിക്കുകയാണ്. ഉടനെ വൈജ മുഖം പൊക്കി നോക്കുന്നുണ്ട്. ഇല്ല മോളെ, ഇനിയെങ്കിലും വൈജ അതറിയണം. അന്ന് നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് നിന്നോട് പറഞ്ഞില്ലേ? പക്ഷേ അത് കള്ളമായിരുന്നു. നിന്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല വൈജെ എന്ന് പറയുമ്പം വൈജി ചോദിക്കാണ്, സ്റ്റാലി എന്തായി പറയുന്നേ? അന്ന് തന്നെ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാണല്ലോ പറഞ്ഞത്. പിറ്റേ ദിവസമാണ് ഞാൻ സജഷനിൽ ഉണർന്നത്. വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. അമ്മയോ കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് അന്നേ പറഞ്ഞിരുന്നതാണല്ലോ. അപ്പം ഞാൻ ഉണർന്നപ്പോൾ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് ഒരു നേഴ്സ് പറഞ്ഞത്. ആ കുഞ്ഞു മുഖം ഒന്ന് കാണാൻ പോലും എനിക്ക് സാധിച്ചില്ല സ്റ്റാൻലി എന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പി കരയുമ്പം, ഇല്ല വൈജെ, ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല. നീനെ വിശ്വസിക്കേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിന്റെ അച്ഛനും സഹോദരനായ ഗംഗാധരന് മാത്രമേ ഈ സത്യം അറിയുള്ളൂ. പിന്നെ നിന്റെ അമ്മാവനും നിന്റെ അമ്മയ്ക്ക് പോലും ഇതൊന്നും അറിയുണ്ടായിരുന്നില്ല. ആ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് എല്ലാവരും കരുതിയത്. ശരിക്കും ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സ്റ്റാലി എന്തൊക്കെയാ പറഞ്ഞത്? ജീവനോടെ ഉണ്ടെന്നോ? ആ കുഞ്ഞോ? അതെ, ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല. അവൾ ഇപ്പോഴും ജീവനോടുണ്ട്. അതൊരു പെൺകുഞ്ഞായിരുന്നെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പം നേഴ്സ് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയായിരുന്നു എന്ന്. സ്റ്റാലിക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ,
പെൺകുഞ്ഞിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ദൈവം നൽകി. പക്ഷേ അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും ഞാൻ കരുതല്ല. നിനക്കകത്തൊരു കഥ കൂടിയുണ്ട്. നീ പ്രസവിച്ച ആ നിമിഷം തന്നെ നിന്റെ അച്ഛനും അതുപോലെ നിന്റെ അമ്മാവനും കൂടെ കൂടിയിട്ട് ആ കുട്ടീനെ ഒരു ഓർഫനേജിൽ ഒരു മമ്മീനെ ഏൽപ്പിച്ചു. അവിടെ വെച്ച് ഏൽപ്പിച്ചതിന് ശേഷം കുറച്ച് പണവും നൽകി. ഇനി ഈ കുട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഇനി ഒരിക്കലും ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അന്വേഷിച്ച് വരരുതെന്നും അവരന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോയി. പിന്നീട് ഒരിക്കലും ആ കുട്ടി അന്വേഷിച്ച് അവർ പോയിട്ടില്ല. നീണ്ട 24 വർഷത്തിന് ശേഷമാണ് ആ കുഞ്ഞിനെ അന്വേഷിച്ച് നിന്റെ അച്ഛൻ പോയത് എന്ന് പറയുമ്പം എന്തൊക്കെയാ സ്റ്റാലി പറയുന്നേ? ഇതൊക്കെ സത്യമാണോ? അതെ, പൂർണ്ണമായ സത്യമാണ്. ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷിയുള്ളൂ, നിന്റെ ഏട്ടൻ ഗംഗാധരൻ എന്ന് പറയുമ്പോൾ വൈജ ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞ് എവിടെയാ സ്റ്റാൻലി എന്ന് ചോദിക്കാണ്. ഇത്രയും നാളും നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. നീ ഒരുപാട് പുച്ഛിച്ച, ഒരുപാട് അവഹേളിച്ച, തല്ലിയ, അപമാനിച്ച ആ കുട്ടി എന്ന് പറയുമ്പോഴേക്കും വൈജ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കാണ്. ആരെന്ന് സംശയത്തോടെ ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, ദാ ഈ ഇരിക്കുന്ന അലീന എന്ന് പറഞ്ഞുകൊണ്ട് അലയുടെ നേർക്ക് കൈ ചൂണ്ടുന്നുണ്ട്. അലയുടെ കണ്ണു നിറഞ്ഞ് ഒഴുകാണ്. അവളപ്പോഴേക്കും എഴുന്നേക്കുന്നുണ്ട്. ആര്? ഇവളോ? അതെ, നീ ഇത്രയും കാലം വെറുപ്പോടുകൂടി കണ്ടിരുന്ന ഇവളാണ് നിന്റെ സ്വന്തം മകൾ. അവൾ എന്തിനെ കൊല്ലപ്പള്ളിക്ക് നിന്ന് നിനക്കറിയോ? നിന്റെ അച്ഛനെ കാണാനായിട്ട് കഴക്കൂട്ടത്തൊരു സ്ത്രീ വന്നിരുന്നല്ലോ, അതാണ് ബ്രിജിത്തമ്മമ്മി. സ്നേഹനികേതം എന്ന ഓർഫനേജിലാണ് നിന്റെ അച്ഛൻ ആ കുട്ടിയെ ഏൽപ്പിച്ചത്. ആ കുട്ടി വളർന്നു വലുതായി അലീനയായി. അങ്ങനെ ആ അമ്മ മരിക്കാൻ നേരം ഇവളെ സുരക്ഷിതമായ കൈകൾ ഏൽപ്പിക്കാൻ വേണ്ടിയാ നിന്റെ അച്ഛനെ വന്ന് അവര് കണ്ടത്. അതിനുശേഷം നിന്റെ അച്ഛൻ നേരെ കഴക്കൂട്ടത്തേക്ക് പോയി. അവിടെ ചെന്ന് ഇവളെ കണ്ട് ബോധിച്ചു. അങ്ങനെ തിരികെ വന്ന് അവിടെ സെർവൻ്റാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നല്ലോ നിന്റെ അച്ഛൻ്റെ മരണം. അങ്ങനെയാ ബാലനും മനുവും കൂടെ പോയിട്ട് ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവിടെ വച്ച് കമലയും പിന്നെ നീയൊക്കെ എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷം സ്വന്തം അമ്മയെ കാണാനും കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഇവിടെ നേരെ കടപ്പാട്ടൂരേക്ക് വന്നത്. അവിടെ വെച്ചു എന്തായിരുന്നു അവസ്ഥ? നീ എന്തുമാത്രം എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചു എന്ന് പറയുമ്പം സ്റ്റാൻലി എന്ന് വിളിക്കാണ്. അതെ, ഇതെൻ്റെ പൊന്നു മോളാ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ചേർത്ത് പിടിക്കുകയാണ്. എൻ്റെ ജീവനായവൾ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നീ പ്രസവിച്ചത്. ആ ദിവസം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജ കരഞ്ഞുകൊണ്ട് തലയാട്ടുന്നുണ്ട്. ആ അമ്മ തന്നെയാ ഈ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വൈജ മനസ്സിലാക്കാതെ സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൽബത്തിലൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കാണ്. ഇത് ആരൊക്കെയാണെന്ന് തനിക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം ഇത് അലീനയല്ലേ എന്ന് ചോദിക്കാണ്. അല്ല, ഇതെൻ്റെ അമ്മച്ചിയാ, ചിന്നമ്മ. ഇതെൻ്റെ അപ്പൻ അവധക്കുട്ടി, ഇത് ഞാനാ, പിന്നെ ഇത് റോബർട്ടും ഇത് ആൽബർട്ടും എന്ന് പറഞ്ഞ് 3 പേർ ഇവർ എല്ലാവരുടെ ഫോട്ടോ കാണിക്കാണ്. എൻ്റെ ചിന്നമ്മനെ കണ്ടപ്പോൾ നീ തന്നെ പറഞ്ഞില്ലേ അലീനയാണെന്ന്? അതാ ഇവർ തമ്മിലുള്ള സാമ്യം. ഇപ്പം മനസ്സിലായോ ഇവള് നമ്മുടെ മകൾ തന്നെയാണോ എന്ന്? നമ്മുടെ മകളാണെന്നറിയാൻ ഇവളൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു എനിക്ക്. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എൻ്റെ മകളാണെന്ന് മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോഴേക്കും വൈജ വിങ്ങിപ്പൊട്ടി കരയാണ്. അലീന അപ്പോഴേക്കും ആദ്യമായിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടതും മുഖം പൊത്തി നിന്ന വൈജ ആ കണി കാത്തിട്ട് അവളെ നോക്കുന്നുണ്ട്. ഒരു നിമിഷം അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓർക്കാണ്. പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് ഇറക്കി വിട്ടതും അടിച്ചതും ബാലനുമായിട്ട് അവിഹിതം പറഞ്ഞുണ്ടാക്കിയതും എല്ലാത്തിനെയും കുറിച്ച് ഓർക്കുന്നുണ്ട്. കൂടെ കൂടി നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്തതും എല്ലാം ഓർക്കാണ്. ആകെപ്പാടെ വെന്തുരുകിയൊരു അവസ്ഥയായിരുന്നു വൈജ. മോളെ നിമ്പാൻ അടുത്ത നിമിഷം അതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു, എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരുപാട് നാളുകളായി അലീന സ്വപ്നം കണ്ട ഒരു നിമിഷമായിരുന്നു അത്. തൻ്റെ അമ്മ തന്നെ ചേർത്ത് പിടിക്കണം, മോളേന്ന് വിളിക്കണം, കെട്ടിപ്പിടിക്കണം, തുതരെ ഉമ്മ വെക്കണം, അതെല്ലാമായിരുന്നു തൻ്റെ ആഗ്രഹം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അത് സാധിച്ചു എന്ന് അവൾ ഓർത്തുകൊണ്ട് അമ്മയുടെ ആ ഒരു കെട്ടിപ്പിടി ആവോളം ആസ്വദിക്കുന്നുണ്ട്. നേരെ പിടിച്ച് നോക്കിയിട്ട് കുറേ ഉമ്മ കൊടുക്കാണ് കവളത്ത് നെറ്റിക്കൊക്കെ. നിന്നെ കുഞ്ഞിതിലെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചു, ഒന്ന് എടുക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. നീ മരിച്ചെന്നറിഞ്ഞപ്പോൾ ചങ്ക് പടഞ്ഞു പോയി. എല്ലാ രാത്രികളും നിന്നെ ഓർത്ത് ഞാൻ കരയായിരുന്നു. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുന്നെങ്കിൽ ഓർക്കാത്ത ദിവസമില്ല. എന്നും സ്വപ്നത്തിലൊന്ന് അമ്മയെന്നും പറഞ്ഞ് എന്നൊരു കുഞ്ഞ് വിളിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ അലറി വിട്ട് കരയാണ്. എന്നിട്ട് സ്റ്റാലിനോട് പറയാണ്, സ്റ്റാലി എൻ്റെ മകളെ എനിക്ക് വേണം, എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോവാം. ഇല്ല, ഞാൻ വിട്ടു തരില്ല. സ്റ്റാലി എന്താ ഈ പറഞ്ഞേ?
ഇത്രയും നാളും സ്റ്റാലി നോക്കിയില്ലേ എൻ്റെ മോളെ, ഇനിയിപ്പോൾ എൻ്റെ മോളെ എനിക്ക് വേണം. സോറി വൈജ, ഞാൻ ഇനി എൻ്റെ മകളെ തിരിച്ചു നൽകില്ല. എന്താ സ്റ്റാലി ഇത്, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അതല്ല വൈജ, ഈ കാര്യം കാണാം ബാലൻ അറിഞ്ഞാലോ, നിന്റെ മക്കൾ അറിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു നിമിഷം അവൾക്കൊന്നും പറയാനില്ലാതെ സ്തബ്ധയായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ആരെങ്കിലും അറിഞ്ഞാലോ? അപ്പോൾ വൈജി ഒന്ന് ശാന്തമാകുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നീ അതുകൊണ്ട് ഒന്നടങ്ങ്. ഈ കാര്യങ്ങളൊന്നും ആരെ അറിയിക്കണ്ട. വന്നതുപോലെ തന്നെ തിരിച്ചു പോവും. ഇപ്പോൾ സത്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലോ. 23 വർഷമായിട്ട് ചതിക്കുകയാണെന്ന് നീ കരുതിയിരിക്കുകയായിരുന്നല്ലോ. ഞാൻ ചതിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിനക്ക് ഒരു മകളുണ്ടെന്നും അവൾ നീ ഇത്രയും കാലം വെറുത്തിരുന്ന അലീനയാണെന്നും നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനിയിപ്പം ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നീ സ്വസ്ഥമായിട്ട് നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. സമയമാകുമ്പം അലീനെ ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും എന്ന് പറയുന്നുണ്ട്. വീണ്ടും അലീനെ ഒന്നുകൂടി ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് കുറെ ഉമ്മ കൊടുക്കുകയാണ്. വീണ്ടും തുറതുരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനെ പറയാണ്, എനിക്കൊരു സഹായം ചെയ്യുമോ? എന്ത് സഹായം എന്ന് ചോദിക്കുമ്പം നമുക്ക് 3 പേർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും വൈജയൻ സ്റ്റാലിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. പ്ലീസ് പപ്പ, അമ്മേ, ഒരു ഫോട്ടോ അത്ര മതി. ഈ ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ സ്നേഹിക്കാനോ അമ്മ സ്വീകരിക്കുന്നോ ഞാൻ കരുതല്ല. പക്ഷേ എൻ്റെ അമ്മ എന്നെ സ്വീകരിച്ചു, എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കിത് മാത്രം മതി. അലീന, ഒരു തവണയെങ്കിലും നിനക്കോടൊന്ന് പറഞ്ഞൂടായിരുന്നോ? ഒന്ന് സൂചിപ്പിക്കത്തില്ലായിരുന്നോ ഞാൻ നിന്റെ അമ്മയാണെന്ന്, നീ എൻ്റെ മകളാണെന്ന്? അത് പറയാഞ്ഞുകൊണ്ടല്ലേ ഇത്രയൊക്കെ വിഷയം ഉണ്ടായത്? അമ്മ നടുങ്ങുന്ന മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. അച്ഛന് എല്ലാ കാര്യങ്ങളും അറിയാം. ബാലേന്ദ്രനോ? അതെ, എല്ലാ സത്യങ്ങളും അച്ഛനറിയാം എന്ന് പറയുമ്പം വൈജയ്ക്കത് വലിയൊരു ഷോക്കായിരുന്നു. അങ്ങനെ ബാലൻ അറിഞ്ഞ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അലീന പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ വൈജ. എന്തുകൊണ്ടാണ് താൻ മകളാണെന്ന സത്യം ഇത്രയും കാലം മറച്ചുവെച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അലീന വൈജയോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് താൻ വേറെ സ്വപ്നലോകത്താണെന്നാണ് വൈജി ഓർക്കുന്നത്. ഇത്രയും അരമണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? തനിക്ക് ഒരു മകളുണ്ടാവുന്നു, താൻ ഇത്രയും കാലം കരുതിയ സത്യങ്ങളെല്ലാം മിഥ്യകളാകുന്നു. അതുപോലെ തൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് അവൾ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കാണ്. അമ്മേ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. അമ്മ എന്നെ കണ്ടതും സ്റ്റാൻലി പപ്പയെ കണ്ട കാര്യം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് അച്ഛനറിഞ്ഞ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പം ഇല്ല, ഞാൻ ആരോടും പറയില്ല. എൻ്റെ മോളെ എനിക്ക് വേണം. സ്റ്റാൻലി, ഞാൻ വരും എൻ്റെ മകളെ കൊണ്ടുപോകാൻ. അന്ന് തടസ്സം നിൽക്കരുത്. എൻ്റെ മോളെ എനിക്ക് കൊണ്ടുപോകണം എൻ്റെ കൂടെ, എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് താമസിപ്പിക്കണം അവളെ. ഇത്രയും കാലം അവൾക്ക് നഷ്ടപ്പെട്ടെല്ലാം എനിക്ക് തിരികെ കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവളെ കെട്ടിപ്പിടിക്കുകയും കുറേ കാര്യങ്ങൾ പറയുകയും അലീന വിതുമ്പിക്കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ അനാഥത്തിലെ കാര്യങ്ങളും അമ്മ അന്വേഷിച്ച് വന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് വിതുമ്പിക്കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ സമയത്തിന് ശേഷം വൈജ തിരികെ പോവാണ്. തിരികെ പോകുമ്പോൾ വൈജ കരഞ്ഞുകൊണ്ട് പോകുന്നത് മൂവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ടല്ലോ ആൻ്റപ്പൻ ചേട്ടാ, ആ സ്ത്രീയെ കരഞ്ഞുകൊണ്ട് പോന്നു. ആർക്കറിയാം ഇനി ഈ സ്ത്രീയിലെ മകളാണോ അവരെന്ന്, അലീനായെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കാണ്. പപ്പ, പ്രശ്നമാവോ? അച്ഛനെങ്ങാണത് അറിഞ്ഞ വൈജ ഒന്നും പറയില്ലായിരിക്കും, നമുക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പപ്പയും മോളും വലിയ ഹാപ്പി ആവുന്നുണ്ട്. നീ ഇപ്പോൾ ഹാപ്പിയല്ലേ? ഹാപ്പിയാണോ എന്ന് എൻ്റെ അമ്മ അറിയണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാ. എനിക്കിപ്പോൾ ഒത്തിരി സമാധാനമായി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല പപ്പ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് സോൾവായി വരിക. അപ്പോൾ വീണ്ടും ആടെ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജ ഒരു മനസ്സമാധാനം ഇല്ലാതെ കാറോടിച്ചു പോവാണ്. ഗംഗയോട് പോയിട്ട് സത്യങ്ങളെല്ലാം ചോദിക്കണം, ഇത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.